ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ 2024 അങ്ങനെ തീരാൻ പോവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2024 എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് വേർത്തായി തോന്നി കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളായിട്ട് പരിചയം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ അതിൽ പല പ്രാവശ്യം പല ട്യൂട്ടോറിയൽസിലും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് റിവ്യൂലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ക്യാഷ് നഷ്ടമല്ല, നമ്മുടെ മണി വേർത്ത് ആണെന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിരിക്കുമല്ലേ എപ്പോഴും എല്ലാവർക്കും ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ഗൂഗിൾ റിവ്യൂസ് നോക്കും അല്ലേ, കുറേ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ലേ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ തിങ്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമായിരിക്കും. ഏതാണെന്നറിയോ? നമ്മുടെ കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിയം തന്നെ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ ആദ്യം തന്നെ കാണിച്ചതെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇത് വാങ്ങാണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം പല റിവ്യൂസ് അതുപോലെ തന്നെ പല രീതിയിലും ഹൈപ്പായിട്ട് നിന്ന പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എസ്പെഷ്യലി ചില സ്കിൻ ക്ലെൻസേഴ്സ് എല്ലാം ഭയങ്കര ഹൈപ്പായിട്ട് നിന്നിട്ട് എനിക്ക് അത്ര വേർത്തായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിരുന്നു, കാരണം എല്ലാവരും ഇത് യൂസ് ചെയ്യണം. അപ്പൊ ഞാനും വിചാരിച്ചു ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാന്ന്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഭയങ്കര എക്സ്പെൻസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം അധികം എക്സ്പെൻസ് ചെയ്താലും മീഡിയം ലെവലിലൊക്കെ ആണെങ്കിലും ഏകദേശം റിസൾട്ട് ഒക്കെ ഒന്നൊക്കെ തന്നെയായിരിക്കും അല്ലേ. പക്ഷെ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റും ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താ, നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട പ്രൊഡക്ട്സ് ആണ്. അങ്ങനെ കുറേ ആലോചനയ്ക്ക് ശേഷം ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിയം. ഇതിന്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2024 എന്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സിന്റെ കൂട്ടത്തിൽ ഇത് എങ്ങനെ ഞാൻ ആഡ് ചെയ്യേണ്ടിയിരിക്കും അല്ലേ. ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ. ആക്ച്വലി സ്പീക്കിംഗ്, ഇത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിലെ ഭയങ്കര ഡിസ്കളറേഷൻ ചേഞ്ച് ചെയ്യുമോ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള എഫക്റ്റ് ഒന്നും അല്ല തരുന്നത്. ബട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു റീഫ്രഷ്നെസ് തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ലൈക്ക് നമ്മുടെ സ്കിന്നൊന്ന് റീഫ്രഷ് ആയി അല്ലെങ്കിൽ സ്കിന്നൊന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി എന്നൊക്കെ തോന്നിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. യൂഷ്വലി ഞാൻ മോർണിംഗിലൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വേറെ എന്തിടാൻ മടിയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്നെയിൽ മ്യൂസിയം എടുക്കും. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ പോലും എനിക്ക് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ലൈക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആയി അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഇപ്പൊ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് വന്ന പോലത്തെ ഒരു ലുക്ക് തരും. അതുകൊണ്ട് വേറെ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്നെയിൽ മ്യൂസിയം എന്ന് പറയുന്നത്. കാരണം മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ ഒക്കെ ബേസ് ആയിട്ട് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു സാധനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി യൂസ് ചെയ്തൊരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നൗ ഐ ക്യാൻ ടെൽ യു ദാറ്റ് ദിസ് ക്യാൻ ബി എ മസ്റ്റ് ബൈ പ്രൊഡക്റ്റ്. ഒരു തുള്ളി പോലും ഇല്ലാത്ത കാലിയായിട്ടുള്ള ഈ ഒരു ഡോട്ട് ആൻഡ് കീന്റെ മോയ്സ്ചറൈസർ ആണ് എന്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്. ഞാനിത് വടിച്ചെടുത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വേറെ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അലവേര ജെല്ലെങ്കിലും എല്ലാവരും എന്തിനു വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ട് ഇടാറുണ്ട്. സോ ഞാനും അങ്ങനെ കുറെ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ പറയുന്നത് പോലെ തന്നെ കുറെ റിവ്യൂസ് എല്ലാം കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഈ സ്നെയിൽ മ്യൂസിയം ഇട്ടതുപോലെ തന്നെ അതിന്റെ ഒരു മേളിലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബേസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. ഐ തിങ്ക് ദിസ് ഇസ് മൈ തേർഡ് ബോട്ടിൽ. ഞാൻ ഭയങ്കര പിശുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തീരുന്നതുകൊണ്ട്. സോ ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഒന്നും അല്ല. ബട്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. ഒരു നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ മസ്റ്റ് ബൈ ദിസ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ വൈറ്റമിൻ C+E ഒക്കെ ഇതിലുണ്ടെന്ന് പറയുന്നു. മോർ ദാൻ ദാറ്റ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഏറ്റവും വലുത്. സോ അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ദിസ് വൺ. ദിസ് ഇസ് മൈ തേർഡ് പ്രൊഡക്റ്റ്. ഇതൊരു സൺസ്ക്രീൻ ആണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡോട്ട് ആൻഡ് കീന്റെ ഒരു സൺസ്ക്രീൻ ആണ് ഇത്. വൈറ്റമിൻ C+E സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കിൻ ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൻ കുറച്ചുകൂടെ റേഡിയന്റ് ആയിട്ട് പ്ലംബി ആയിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാവാൻ കാരണം. കാരണം ഇതിന് മുന്നേ ഞാൻ പ്ലമ്മിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ പല സൺസ്ക്രീൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ഐ വിൽ ഷോ യു ഇറ്റ്സ് കൺസിസ്റ്റൻസി. ലൈക്ക് ഒരു പാല് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. യു ക്യാൻ സീ ഇതിങ്ങനെ ഒഴുകുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പം നമ്മുടെ സ്കിന്നിൽ ഇട്ടാലും നമുക്ക് പുറത്തെന്തൊരു ഇട്ട ഒരു ഫീല് നമുക്ക് വരില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
കുറെ അധികം സാധനങ്ങൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരികയില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫീലിംഗ് സൺസ്ക്രീൻ ആണ്. പിന്നെ സൺസ്ക്രീനിന്റെ എഫക്റ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും, അത് റീഅപ്ലൈ ചെയ്യുന്ന രീതി, അത് എത്ര ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. ബട്ട് ഞാനിവിടെ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. സോ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. ഈ അത്ര കണ്ട ഹൈ എൻഡ് പ്രോഡക്റ്റ് ഒന്നും അല്ല, ബട്ട് നല്ലൊരു സൺസ്ക്രീനിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു സൺസ്ക്രീൻ ഒക്കെ ഇന്ന് എല്ലാവരും വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ. യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഇതങ്ങനെ പർട്ടിക്കുലർ പേഴ്സൺസിനൊന്നും അങ്ങനെ അലർജിക്ക് ഒന്നും ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കില്ല. ബോത്ത് ഓയിൽ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എസ്പെഷ്യലി നല്ല രീതിയിൽ പോകുന്ന ഒരു സൺസ്ക്രീൻ ആയിട്ട് ഇത്. സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഡെമാക്കോന്റെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഇതും ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ ഐ ക്യാൻ സേ പുറത്ത് സ്ഥിരമായിട്ട് ഔട്ട്ഡോറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമുക്കറിയാം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാസ്ക്, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ഇറ്റ് ഔട്ട്, കാര്യം കഴിഞ്ഞു. ചിലപ്പോൾ കുറച്ച് 2-3 തുള്ളി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, ബട്ട് അത് അങ്ങനെ അങ്ങ് പോയിക്കോളും. ഇത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇത് എനിക്കിഷ്ടം. എന്നെ പോലെ കുറച്ച് മടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴൊന്നും ഇത് യൂസ് ചെയ്യില്ല. ഭയങ്കര സണ്ണുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഭയങ്കര വെയിലുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഇതിങ്ങനെ എടുക്കുക, ജസ്റ്റ് സ്പ്രേ ചെയ്യുക. അതുകൊണ്ട് തന്നെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത്. സോ ഐ വുഡ് സേ ദിസ് പ്രൊഡക്റ്റ് ഇസ് എ ഗെയിം ചേഞ്ചർ. ദിസ് വാസ് എ ഗെയിം ചേഞ്ചർ ഫോർ മീ. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, എസ്പെഷ്യലി കുറച്ച് മടിയുള്ളവർക്കൊക്കെ. അപ്പോൾ അതൊക്കെയാണ് 2024 ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർത്തായി തോന്നിയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ്. സോ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ ചെയ്ത ഒരു വീഡിയോ അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ വർത്തായി തോന്നിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു തോന്നി കുറച്ച് പ്രൊഡക്ട്സ് ആണ്. 2025 ഒരു നല്ല സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദീസ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.